വെൽക്കം ടു മൈ ചാനൽ സ്റ്റഡി വിത്ത് മീ. ഇത് നമ്മൾ തുടങ്ങാൻ പോകുന്നത് പുതിയ ടെക്സ്റ്റാണ്. അതായത് 5ാം ക്ലാസ്സിലെ മാറിയ പാഠഭാഗങ്ങളിൽ എനിക്ക് വേണ്ടി തയ്യാറാക്കിയ നോട്ടുകളാണിത്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം എഴുതി വെച്ചിരിക്കുന്നു. നിങ്ങളിനി അത് പോയി ഫുള്ള് വായിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ 5ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ വലുതായിട്ട് പഠിക്കാനില്ല, എന്നാലും ഉണ്ട് പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററാണ് പീലിയുടെ ഗ്രാമം. അതിനകത്തൊന്നും തന്നെ ഇല്ല, ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പീലിയുടെ ഗ്രാമം. നെക്സ്റ്റാണ് ഭക്ഷണവും മനുഷ്യരും. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമാണ്. മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും ഇണക്കി വളർത്താൻ ശ്രമിച്ചതുമായ മൃഗമാണ് നായ. ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത്. 917 മെയ് 29, ഈ ഒരു ഡേറ്റ് അത്ര ഫെമിലിയർ അല്ല, അത് പഠിക്കാം. മെയ് 29 സഹോദരൻ അയ്യപ്പൻ എറണാകുളം ജില്ലയിലെ ചെറായിലെ മിശ്രഭോജനം നടത്തി. 917 മെയ് 29. 943 ബംഗാളിൽ ഭക്ഷ്യക്ഷാമം നടക്കുന്നത്. 2013 ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നാണ് ലക്ഷ്യം. 2023 എന്താണ്? മില്ലറ്റ് വർഷമാണ്, ചെറുധാന്യ വർഷമാണ്. പുല്ലുവർഗത്തിൽ പെടുന്ന ധാന്യവിളകളാണിവ: ജോവർ, റാഗി, വരക്, തിന. ജോവർ അഥവാ മണിച്ചോളം ആണ്. പുതിയ പേരുകൾ നമ്മൾ ഫെമിലിയർ ആക്കി വെക്കുക. ജോവർ എന്താണ്? മണിച്ചോളമാണ്. റാഗി, വരക്, തിന തുടങ്ങിയവ എന്താണ്? ചെറുധാന്യങ്ങളാണ്. താഴെ പറയുന്നവയിൽ ചെറുധാന്യങ്ങളിൽ പെടാത്തതേത്, പെടുന്നതേത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ജോവർ, റാഗി, വരക്, തിന. നെക്സ്റ്റ് ചാപ്റ്ററാണ്. ഒരു ചാപ്റ്റർ തീർന്നില്ലേ? നമ്മളിത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് വായിച്ച് എത്ര സമയം നമുക്ക് വെറുതെ പോകും. ഓക്കെ, അപ്പം 3ാമത്തെ ചാപ്റ്ററാണ് തൊഴിൽ വൈവിധ്യങ്ങൾ. പഠിപ്പ് തീർന്നാൽ എന്ന കവിത ആരുടേതാണ്? ചോദിക്കാം. മറ്റേ സാഹിത്യത്തിലും അതിനകത്തൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ. പഠിപ്പ് തീർന്നാൽ എന്ന കവിത NV കൃഷ്ണവാര്യരുടേതാണ്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു. 46.5%. ഓക്കെ, ഇനി കുറച്ച് പദ്ധതികളുണ്ട്. നവജീവൻ പദ്ധതി, കൈവല്യ, ശരണ്യ. നവജീവൻ പദ്ധതി ഗുണഭോക്താക്കൾ മുതിർന്ന പൗരന്മാരാണ്. കൈവല്യ ഭിന്നശേഷിക്കാരാണ്. ശരണ്യ വനിതകളാണ്. ഈ കഴിഞ്ഞ 10th ലെവൽ എക്സാംസിന് നിറയെ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് നമുക്ക് മനസ്സിലായല്ലോ. നവജീവൻ മുതിർന്ന പൗരന്മാർക്കാണ്, കൈവല്യ ഭിന്നശേഷിക്കാർക്കാണ്, ശരണ്യ വനിതകൾക്കാണ്. നെക്സ്റ്റ് ചാപ്റ്ററാണ് വസ്ത്രത്തിൻ്റെ നാൾവഴികൾ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നവരായിരുന്നു. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്. ചണം കൃഷി ഗംഗാതീരത്താണ് ചെയ്യുന്നത്. സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് കണ്ടുപിടിച്ചത്. നമുക്കറിയാമല്ലേ, സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് ആണ്. എന്നാൽ യന്ത്രത്തറി ആരാണ് കണ്ടുപിടിച്ചത്? യന്ത്രത്തറി പവർലൂം എഡ്മണ്ട് കാർട്ടറൈറ്റ്. പവർലൂം കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ടറൈറ്റ് ആണ്. പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൃത്രിമ നാരുകൾ പെട്രോളിയത്തിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. എക്സാമ്പിളാണ് പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവ. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമാണ്. എന്നാലത് എന്ന് മുതലാണ് അങ്ങനെ ആചരിച്ചു തുടങ്ങുന്നത്? 2015 മുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. 2015 മുതലാണ് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്ററും കഴിഞ്ഞു. ഇനി വരയ്ക്കാം വായിക്കാം. നെക്സ്റ്റ് ചാപ്റ്ററാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ്. അതിർത്തിയിൽ നേപ്പാളാണ്. 8 സംസ്ഥാനങ്ങളുടെ അതിർത്തി ഇത് പങ്കിടുന്നുണ്ട്. കഥക് അവിടുത്തെ ഒരു കലാരൂപമാണ്. സാരാനാഥ് ഉത്തർപ്രദേശിലാണ്. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചത് വാസ്കോഡഗാമയാണ്. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തും മലിന്ദി തുറമുഖത്തുമെത്തി. പുതിയ കാര്യമാണ്. മലിന്ദി തുറമുഖം ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തും മലിന്ദി തുറമുഖത്തുമാണ് ഇദ്ദേഹം എത്തിയത്. നെക്സ്റ്റ് ചാപ്റ്ററാണ് ജനങ്ങൾ ജനങ്ങളാൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെ വരും? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ദെൻ കോർപ്പറേഷൻ. ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ ജനാധിപത്യം എന്നൊക്കെ പറയുന്നത്. അതാരാണ് എഴുതിയത്? അതാരാണ് പറഞ്ഞത്? ലിങ്കനാണ്. എബ്രഹാം ലിങ്കനാണ് പറഞ്ഞത്. ജനാധിപത്യത്തിൻ്റെ ഡെഫിനേഷൻ എബ്രഹാം ലിങ്കനാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം പുതിയൊരു സാധനമാണ്, നമ്മളത് കേട്ടിട്ടില്ല. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തവും തുല്യവുമായ അവസരം ഉണ്ടായിരിക്കും. ദുർബലനായാലും ശക്തനായാലും ആയിക്കൊള്ളട്ടെ, അവർക്ക് എന്ത് വേണം? തുല്യമായൊരു അവസരം ഉണ്ടാവണം എന്നതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇനി പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ അതിരൂപം, അല്ലേ? ഇത് നിലവിലുള്ള ജനാധിപത്യത്തിൻ്റെ തുടക്കം UK ഭാഗമായിട്ടുള്ള ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധി ഭരണം, പാർലമെൻറ്റ്
അതൊക്കെ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധി ഭരണം, പാർലമെൻറ്റ്. ഡെമോക്രസി എന്ന പദം ആരുടേതാണ്? അത് ഹെറോഡോട്ടസിൻ്റെ ആണ്. 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്ന വർഷം. 1888. 1904 ശ്രീമൂലം പ്രജാസഭ. 1949 തിരുക്കൊച്ചി സംയോജനം. കേരള നിയമസഭ ആദ്യമായി സമ്മേളിച്ചത് 957 ഏപ്രിൽ 27. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ഈ ഏപ്രിൽ 27 നിയമസഭാ ദിനം. ഏപ്രിൽ 27 നിയമസഭാ ദിനം. SCRT പോയിൻ്റാണ്. 957 ഏപ്രിൽ 27. സൗദിയിൽ രാജഭരണമാണ്. അഫ്ഗാനിസ്ഥാനിലോ ജനാധിപത്യ ഭരണമാണ്. സ്വിറ്റ്സർലൻഡിൽ പങ്കാളിത്ത ഭരണമാണ്. 1989 വരെ വോട്ടിംഗ് പ്രായം 21 വയസ്സായിരുന്നു. ജനാധിപത്യത്തിൻ്റെ സവിശേഷതകളാണ്: ജനങ്ങൾക്കാണ് പരമമായ അധികാരം, സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നു, ഗവൺമെൻറ്റിനെ വിമർശനത്തിലൂടെ മെച്ചപ്പെടുത്താൻ പ്രതിപക്ഷമുണ്ടായിരിക്കും, നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത, നിയമവാഴ്ച, ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ മാധ്യമങ്ങളുണ്ട്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയുണ്ട്. ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റായിട്ട് പ്രതീക്ഷിക്കാം. തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളാണ്: തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കുക. നമ്മൾ നോർമലി പറയുന്നതാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇപ്രാവശ്യം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു ആദ്യം എന്ത് ചെയ്യണം? തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കണം. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിച്ചതിന് ശേഷമാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക, പത്രികയുടെ സൂക്ഷ്മ പരിശോധന, പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇങ്ങനെ ഒരു 8 ഘട്ടങ്ങളുണ്ട്. ഇനി ഇതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെൻറ് രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇതൊക്കെയാണ് ജനാധിപത്യ തിരഞ്ഞെടുപ്പിൻ്റെ ധർമ്മങ്ങൾ. ഗവൺമെൻറ് രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ ഇവിടെയൊക്കെ ഇലക്ഷൻ നടത്തുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നവരാണ് പ്രസിഡൻ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 5ാം ക്ലാസ്സിൽ പാർട്ട് 1 സോഷ്യൽ സയൻസാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.